ജമാഅത്ത് എനിക്ക് കിട്ടണം എന്ന് കരുതിയിട്ട്, ജമാഅത്ത് എനിക്ക് നഷ്ടമാകരുത് എന്ന് കരുതിയിട്ട്, ഒരു റക്അത്ത് പോലും എനിക്ക് പോകരുത് എന്ന് കരുതിയിട്ട് മദീന പള്ളിയിലേക്ക് കിതച്ച് വരുന്ന ഒരു സ്വഹാബി, പടച്ചോനെ എന്റെ റക്അത്ത് പോകോ, എന്റെ ഫസ്റ്റ് റക്അത്ത് പോകോ എന്ന് കരുതിയിട്ട് അദ്ദേഹം പള്ളിയിലെത്തി. കൈകെട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റുക്കൂയിലേക്ക് പോയിട്ടുണ്ട്. റുക്കൂയിൽ അങ്ങോട്ട് കിട്ടി. റുക്കൂയിലെത്തിയിട്ട് തുമഅനീനത്തോടുകൂടെയുള്ള ഒരു സന്ദർഭം വേണം, എന്നാലേ റക്അത്ത് കിട്ടുള്ളൂ. കൈകെട്ടി ആള് താകുമ്പോഴേക്ക് ഇമാമ് മേലോട്ട് പൊങ്ങിയാൽ തുടർച്ച ലഭിക്കും, പക്ഷെ ആ റക്അത്ത് ലഭിക്കില്ല. കൈ കെട്ടിയതിനു ശേഷം, കൈ കെട്ടുക എന്നുള്ളത് സുന്നത്താണ്, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച ശേഷം നടത്തും. ചൊല്ലലാ നിർബന്ധം, കെട്ടലല്ല. കെട്ടല് സുന്നത്താണ്, ഇനി അത് വേണ്ടാന്നല്ല, അതും വേണം. അങ്ങനെ നിർവഹിച്ച് റുക്കൂയിലേക്കുള്ള തക്ബീർ അതും സുന്നത്താണ്. റുക്കൂയിൽ അങ്ങ് പോയി ഒരു സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, ഒരു സുബ്ഹാന റബ്ബിയൽ അലീം ചൊല്ലാനുള്ള ആ ഒറ്റ ടൈം കിട്ടി ഇമാമിന്റെ കൂടെ. അൽഹംദുലില്ലാഹ്, ആ റക്അത്ത് കിട്ടി. നമ്മളിങ്ങനെ തായോട്ടിങ്ങനെ താകുമ്പോഴേക്ക് ഇമാമ് മേലോട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പൊങ്ങി. നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല, എത്താൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇമാമിന്റെ കൂടെ തുടർച്ച ശരിയാകും. തുമഅനീനത്തോടുകൂടെ റുക്കൂ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആ റക്അത്ത് എണ്ണാൻ പറ്റൂല. എങ്ങനെയാണ് അതിന്റെ മസല? ഈ സ്വഹാബി റുക്കൂയിലെത്തി, നല്ലോണം റുക്കൂയിൽ അടക്കമൊക്കെ കിട്ടി. ഈത്തിദാലിലേക്ക് വന്നപ്പോ ആ റക്അത്ത് കിട്ടിയ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയി, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. നമ്മൾ ചൊല്ലൽ എങ്ങനെ? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി അല്ലേ. റക്അത്ത് കിട്ടിയ ആ ഒരു സന്തോഷം കൊണ്ട്, ജമാഅത്തിന്റെ റക്അത്ത് പോയില്ലല്ലോ പടച്ചോനെ, ഇത് കിട്ടിയല്ലോ എന്നുള്ള ആ മാനസികമായിട്ടുള്ള സന്തോഷം അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രകടിപ്പിച്ചു. പടച്ച റബ്ബിനോട്, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നാഥാ നിനക്കാണ് സർവസ്തുതിയും, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, ഏറ്റവും പരിശുദ്ധമായ അധികരിച്ച വല്ലാത്ത തുത്യർഹമായ സ്തുതികീർത്തനങ്ങളൊക്കെ നിനക്കാണ്. എനിക്ക് റക്അത്ത് കിട്ടിയല്ലോ അല്ലാഹ്, വല്ലാത്ത സന്തോഷം. അങ്ങനെ ആ ജമാഅത്ത് ഫുള്ള് കിട്ടി. സലാം വീട്ടി കഴിഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ദിക്റൊക്കെ കഴിഞ്ഞ് ദുആക്കെ കഴിഞ്ഞപ്പോ കൂടുതൽ ഹംദ് ചൊല്ലിയത് ആരാ നിങ്ങളെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്വഹാബിക്ക് പേടി, പടച്ചോനെ ഇത് ചൊല്ലിയതെങ്ങാനും സന്തോഷത്തിന്റെ ഊക്കൊണ്ട് ചൊല്ലിയതാണ്, അബദ്ധായി പോയോ, തെറ്റായി പോയോ, റക്അത്ത് കിട്ടിയ സന്തോഷം കൊണ്ട് ചൊല്ലിയതല്ലേ. രണ്ടാമതും തങ്ങൾ ചോദിച്ചു, ആരാണ് നീണ്ട ഹംദ് ചൊല്ലിയ ആള് പറഞ്ഞില്ല. മൂന്നാമത് തങ്ങൾ പറഞ്ഞു, ലഖദ് റഅയ്തു ഇസ്നൈ അശറ മലകൻ അയ്യുഹും യബ്തദിറൂന ബിഹാ. ആ ഒരൊറ്റ ഹംദിന്റെ സവാബ് കൊണ്ടുപോകുന്നതിന് 12 മലക്കുകൾ മത്സരിക്കുന്നത് ഞാൻ കണ്ടുപോയി.